നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്ന സബ്ജക്റ്റ് ബിൽഡിംഗ് പ്ലാനിംഗ് ആൻഡ് ഡ്രോയിങ്. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇലക്ട്രിക്കൽ സർവീസ് പ്ലാനിനെ കുറിച്ചായിരുന്നു അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും വരച്ചു ഇലക്ട്രിക്കൽ സർവീസ് പ്ലാൻ. അതായത് ഒരു സിമ്പിൾ ഒരു ചെറിയൊരു വീട്ടില് ഫാന്, ലൈറ്റ്, അതുപോലെ മെയിൻ സ്വിച്ച് ബോർഡ് എവിടെയാണ്, പിന്നെ അതുപോലെ എന്തൊക്കെയായിരുന്നു, കുറെ സോക്കറ്റ്സ്, ബ്രാക്കറ്റ്, ട്യൂബ് ലൈറ്റ്, സ്വിച്ച് ബോർഡ്, ഇതെല്ലാം പിന്നെ അതുപോലെ എർത്തിങ്ങിലേക്ക് കണക്ട് ചെയ്തിട്ടും എല്ലാം നിങ്ങൾ കണ്ടു. എങ്ങനെയാണ് നമ്മളൊരു സർവീസ് പ്ലാൻ, ഇലക്ട്രിക്കൽ സർവീസ് പ്ലാൻ വരയ്ക്കുക എന്നുള്ളത് നിങ്ങൾ കണ്ടു. ഇനി നമുക്ക് ഈ സർവീസ് പ്ലാനില് നിങ്ങൾക്ക് സെപ്റ്റിക് ടാങ്ക് ആൻഡ് സോപ്പ് പിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ഉണ്ട്. അപ്പൊ അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു സെപ്റ്റിക് ടാങ്കിന്റെ സെക്ഷൻ, പിന്നെ അതൊരു വീട്ടില് ഒരു സെപ്റ്റിക് ടാങ്ക് എവിടെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾ ഇത് വരച്ചിട്ടുണ്ട്. സൈറ്റ് പ്ലാൻ വരച്ച സമയത്ത് നിങ്ങൾ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഒരു ബിൽഡിങ്ങിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് വിട്ടിട്ട് ഒരു സെപ്റ്റിക് ടാങ്ക് വരച്ചു, പിന്നെ ഒരു വെല്ലിൽ നിന്ന് എത്ര വിട്ടിട്ടാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ കാണിച്ചു. അത് സൈറ്റ് പ്ലാനിൽ ജസ്റ്റ് നമ്മളൊരു ഒരു റെക്ടാങ്കുലർ ബോക്സ് വരച്ച് കാണിച്ചതേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇന്ന് ശരിക്കും ആ ഒരു സെപ്റ്റിക് ടാങ്കിന്റെ സെക്ഷൻ എങ്ങനെയാണ് ഒരു കൺസ്ട്രക്ഷൻ സെപ്റ്റിക് ടാങ്കിന്റെ നമുക്ക് നോക്കാം. സോപ്പ് പിറ്റും അതുപോലെ. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പൊ ഇതാണ് ഒരു സെപ്റ്റിക് ടാങ്കിന്റെ അറേഞ്ച്മെന്റ്. നോക്കാം. ഡീറ്റെയിൽസ് ഓഫ് സെപ്റ്റിക് ടാങ്ക് ആൻഡ് സോപ്പ് പിറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നോക്കൂ, ഇതൊരു എങ്ങനെയാണ് ഒരു വീട്ടില് എവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാം നമുക്ക്. ഇതാണ് ആ വീടിന്റെ കിച്ചൺ പോർഷൻ. ഓക്കെ, നമ്മൾ ആദ്യം ഈ രണ്ട് ഡ്രോയിങ്സ് ആണ് നോക്കുന്നത്. അപ്പൊ ഈ ഡ്രോയിങ്ങില് ഒരു വീടിന്റെ പ്ലാൻ വ്യൂ ആണിത് അല്ലെ? ഒരു പ്ലാനിന്റെ ചെറിയൊരു പോർഷൻ ആണ്. ഇതില് കിച്ചൺ കാണിച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ ഒരു ടോയ്ലറ്റ് കാണിച്ചിട്ടുണ്ട്. ഈ നമ്മൾ ഇലക്ട്രിക്കൽ സർവീസ് പ്ലാൻ വരച്ചപ്പോ ഉള്ള പൊസിഷൻ തന്നെയാണ് കേട്ടോ. കിച്ചണിന്റെ തൊട്ട് ബാക്കിൽ ടോയ്ലറ്റ്, നിങ്ങൾക്ക് അത് എടുത്ത് നോക്കിയാൽ കാണാം. അപ്പൊ അതേ വീടിൽ തന്നെയാണ് നമ്മളിപ്പോ സെപ്റ്റിക് ടാങ്കും സോപ്പ് പിറ്റും വെക്കാൻ പോകുന്നത്. അപ്പൊ ഇത് കിച്ചൺ ആണ്. കിച്ചണില് സിങ്ക് ആണിത്. പിന്നെ അതുപോലെ ഇത് സ്ലാബ്, കിച്ചൺ സ്ലാബ്, ഇത് ഗ്യാസ് സ്റ്റൗ വെക്കുന്ന പോർഷൻ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ സിങ്കിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ അതാണ് നമുക്ക് പോക്കേണ്ടത്. പിന്നെ അതുപോലെ ടോയ്ലറ്റ്, ഇതാണ് ടോയ്ലറ്റ്. അപ്പൊ ആ ടോയ്ലറ്റിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ, വേസ്റ്റ് വാട്ടർ ആണ് നമുക്ക് എന്ത് വേണ്ടത്, കളയേണ്ടത് അല്ലെ? സെപ്റ്റിക് ടാങ്കിലേക്ക് കളയേണ്ടത്. അപ്പൊ അതിന് കൊടുത്ത പൈപ്പ് ലൈൻസ് ആണ് ഇത്. പൈപ്പ് ലൈൻസ് കണ്ടില്ലേ? പൈപ്പ് ലൈൻസ് ആണിത്. ഈ രണ്ട് വേസ്റ്റ് വാട്ടർ ലൈനുകൾ വരുന്നുണ്ട്. അത് രണ്ടും ജോയിൻ ചെയ്യുന്നത് ഒരു ഇൻസ്പെക്ഷൻ ചേംബറിലേക്കാണ്. ഈ ഇൻസ്പെക്ഷൻ ചേംബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടർഗ്രൗണ്ടിൽ വരുന്ന പൈപ്പ് നെറ്റ്വർക്കുകളെ മെയിൻറ്റെയിൻ ചെയ്യാനും, പിന്നെ അതുപോലെ അവിടെ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് വന്നാൽ അതൊക്കെ എടുത്തു മാറ്റാനും ഒക്കെ ഉള്ള ഒരു ചേംബർ ആണ് ഇൻസ്പെക്ഷൻ ചേംബർ എന്ന് പറയുന്നത്. It is an access point to the underground pipe network which allows maintenance and removal of blockage. എന്ന് വെച്ചാല് നമ്മൾ ഈ മാൻഹോളിനെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങള്? മാൻഹോൾ എന്ന് വെച്ചാൽ എന്താണ്? നമ്മള് റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോ ഒരു ചെറിയൊരു സ്ലാബ് കാണാം. നമ്മുടെ ഫുട് പാത്തിലോ ഒക്കെ ആയിട്ട് ഒരു സ്ലാബ് കാണാം. അതെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ അണ്ടർഗ്രൗണ്ടിലൂടെ പൈപ്പ് ലൈൻസ് ഒഴുകുന്നുണ്ട്. സീവേജോ വേസ്റ്റ് വാട്ടർ ലൈനുകളോ അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ ലൈനുകളൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോ ഈ മാൻഹോൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇറങ്ങി നോക്കി ആ പൈപ്പിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രൊവിഷൻ ആണ്, ഒരു ചേംബർ ആണ് മാൻഹോൾ. ഓക്കെ, അപ്പൊ ആ മാൻഹോളിന്റെ അതേ പർപ്പസ് ആണ് ഇൻസ്പെക്ഷൻ ചേംബറിനും. പക്ഷെ വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ ഇൻസ്പെക്ഷൻ ചേംബറിൽ നമുക്ക് എക്യുപ്മെന്റ്സ് ഇട്ട് നോക്കാനേ പറ്റും. അതുപോലെ ക്യാമറാസ് ഒക്കെ വെച്ച് നോക്കാനേ പറ്റും ബ്ലോക്കേജ് ഉണ്ടോ എന്നുള്ളത്. അല്ലാതെ നമുക്ക് ഒരിക്കലും ഇറങ്ങി ചെല്ലാൻ പറ്റില്ല. മാൻഹോൾ എന്ന് പറഞ്ഞാൽ ഒരു മാനിന് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഹോൾ. പക്ഷെ ഇവിടെ ഇൻസ്പെക്ഷൻ ചേംബറിൽ അങ്ങനെ ഇറങ്ങി ചെല്ലാൻ പറ്റില്ല. ഓക്കെ,
അവിടെ വെറും ക്യാമറാസ് ഇട്ടിട്ടോ ഒക്കെ വെച്ച, അല്ലെങ്കിൽ എന്താണ് എക്യുപ്മെന്റ്സ്, വേറെ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്ലോക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇൻസ്പെക്ഷൻ ചേംബർ കേട്ടോ. അപ്പൊ അങ്ങനെ ഇതിലൂടെ പോകുന്നുണ്ട്, വേസ്റ്റ് വാട്ടർ ലൈനുകൾ പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു 1-1 ഇതിലൂടെ നമ്മളൊരു സെക്ഷൻ കട്ട് ചെയ്തിട്ട് സെക്ഷൻ നോക്കൂ, ആ ടോയ്ലറ്റിലൂടെ വരുന്നത് ലൈൻ കാണിച്ചു തരികയാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ വാട്ടർ ക്ലോസറ്റ് ടോയ്ലറ്റ്. ഇത് സെക്ഷൻ മനസ്സിലായില്ലേ? ഇതാണ് സെക്ഷൻ, ഇതിലൂടെയാണ് മുറിച്ചത്. അപ്പൊ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് നോക്കുക. ലെഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് കിച്ചന്റെ പോർഷൻ അല്ലേ. ഇവിടെ ഒരു സിങ്ക് ഉണ്ട്, ഈ സിങ്ക് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ആ സിങ്കിന്റെ പൈപ്പ് വരുന്നുണ്ട്. ആ പൈപ്പ് പോകുന്ന വഴിയാണ്, പുറത്തു കൂടെ പോകുന്ന വഴിയാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ ടോയ്ലറ്റ് ആണ്. ആ ടോയ്ലറ്റിൽ ഈ മറ്റേ ക്ലോസറ്റിലൂടെ പോകുന്ന നൈറ്റ് സോയിൽ എന്ന് പറയുന്ന വേസ്റ്റ് പോകുന്ന വഴി കണ്ടില്ലേ, പൈപ്പ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്, അവിടെ നമ്മളൊരു ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ട്രാപ്പ് എന്നാണ് ഇതിന് പറയുക. ഇതൊരു പി ട്രാപ്പ്, പി ഷേപ്പിലായതുകൊണ്ട് ഈ ട്രാപ്പിന്റെ പേര് പി ട്രാപ്പ് എന്നാണ്. ഓക്കെ, ട്രാപ്പ് എന്താന്ന് വെച്ചാൽ അവിടെ നമ്മളൊരു വാട്ടർ സീല് കൊടുക്കും. അതായത് നിങ്ങളെല്ലാവരും ക്ലോസറ്റ് അങ്ങനെ ഒരു വെള്ളം കണ്ടിട്ടില്ലേ അടിഭാഗത്ത്, വാട്ടർ സീൽ. അതെന്തിനാ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ താഴെ കിടക്കുന്ന, അതായത് താഴെയുള്ള ഫൗൾ ഗ്യാസസ് മുകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു വാട്ടർ സീല് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കൊടുത്ത ആ ഒരു പ്രൊവിഷന്റെ പേരാണ് ട്രാപ്പ് കേട്ടോ. പിന്നെ ഇതിന്റെ ഷേപ്പ് അനുസരിച്ച് പി ട്രാപ്പ്, ക്യൂ ട്രാപ്പ്, എസ് ട്രാപ്പ്, അങ്ങനെ ട്രാപ്പുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ട്രാപ്പ് പോകുന്ന സെപ്റ്റിക് ടാങ്കിലേക്ക് പോകുന്ന പൈപ്പ് ലൈൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ വാട്ടർ ക്ലോസറ്റിൽ ഇങ്ങനെയാണ് പോവുക. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് സെക്ഷൻ ആണ്. ഇത് പോകുന്നത് സെപ്റ്റിക് ടാങ്കിലേക്കല്ലേ. അപ്പൊ ഇനി ആ സെപ്റ്റിക് ടാങ്കിന്റെ സെക്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തത്. ഓക്കെ, ഇതാ ഒരു പ്ലാൻ വ്യൂ ആണ് സെപ്റ്റിക് ടാങ്കിന്റെ, അതുപോലെ സെക്ഷൻ നോക്കിക്കോളൂ. നമ്മുടെ ഈ പൈപ്പ്, അതായത് ഈ ടോയ്ലറ്റ് വരുന്ന ഈ ഒരു പൈപ്പ് വരുന്നതാണ് ഇത് ഇൻലെറ്റ്. ഓക്കെ, ആ ഒരു പൈപ്പ് ഇൻലെറ്റ് പൈപ്പ് വന്നു, ഇൻലെറ്റ് ചേംബറിലേക്ക് വന്നു. ആ ഇൻലെറ്റ് ചേംബറിൽ നിന്ന് സെപ്റ്റിക് ടാങ്കിലേക്ക് പോവാണ്. അപ്പൊ ഇവിടെ ഒരു വാൾ ഉണ്ട് ഇവിടെ ഇടയിൽ, ഇതാണ് ബാഫിൽ വാൾ. അപ്പൊ ബാഫിൽ വാൾ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ വരുന്ന ഫ്ലോന്റെ വെലോസിറ്റി കുറയ്ക്കുക, അതാണ് ബാഫിൽ വാളിന്റെ ഉദ്ദേശം. അപ്പൊ വെലോസിറ്റി കുറച്ചാലേ എന്ത് പറ്റൂ, നമ്മുടെ ആ വേസ്റ്റ് വാട്ടറിലുള്ള വേസ്റ്റ്, സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസും എല്ലാ വേസ്റ്റും താഴേക്ക് അടിഞ്ഞുകൂടും. അതിനുവേണ്ടി നമ്മൾ വെലോസിറ്റി കുറയ്ക്കണം. അപ്പൊ വെലോസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ബാഫിൽ വാൾ, ഒരു തടസ്സം വെക്കുക. ഓക്കെ, അങ്ങനെ ബാഫിൽ വാൾ ഉണ്ട്. പിന്നെ സെപ്റ്റിക് ടാങ്കിലേക്ക്, ഇത് പ്ലാൻ വ്യൂ ആണ്, മുകളിൽ നിന്ന് നോക്കുന്ന വ്യൂ. ആ സെപ്റ്റിക് ടാങ്കിലേക്ക് വേസ്റ്റ് അടിഞ്ഞുകൂടും. എന്നിട്ട് ബാക്കി ആ മുകളിൽ നിൽക്കുന്ന എഫ്ലുവന്റ്, അതായത് മുകളിൽ നിൽക്കുന്ന വെള്ളം, അത് ഔട്ട്ലെറ്റിലൂടെ സോക്ക് പിറ്റിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ഇതാണ് മെക്കാനിസം. അപ്പൊ ഈ സെപ്റ്റിക് ടാങ്കിന്റെ സെക്ഷൻ കാണിക്കുകയാണ് ഇവിടെ. സെക്ഷനിൽ പറയുന്നുണ്ട് ദാ ഇൻലെറ്റ് പൈപ്പ് വരുന്നുണ്ട്, ഇതാണ് ഇൻലെറ്റ് ചേംബർ. ഇൻലെറ്റ് ചേംബറിലൂടെ സെപ്റ്റിക് ടാങ്കിലേക്ക് പോകും. എന്നിട്ട് ഇതാ ഇവിടെ ബാഫിൽ വാൾസ് ഉണ്ട്. ഈ ബാഫിൽ വാളൊക്കെ വരയ്ക്കുമ്പോൾ ഈ പ്ലാനിലുള്ള ബാഫിൽ വാളിന്റെ നേരെ മുകളിൽ തന്നെ വരയ്ക്കണം. വിത്ത് ഓൾ ഈ ഡയമെൻഷൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കണേ. എപ്പോഴും വരയ്ക്കുമ്പോൾ സ്കെയിലിൽ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇത് വേസ്റ്റ് വാട്ടർ. അപ്പൊ വേസ്റ്റ് വാട്ടറിന്റെ മുകളിൽ ഒരു ഫ്രീ ബോർഡ് വെക്കണം. ഒരു 30 സെന്റിമീറ്റർ ഫ്രീ ബോർഡാണ് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം സെന്റിമീറ്റേഴ്സിലാണ് എഴുതിയത്, നോക്കിക്കോളൂ. ഡയമെൻഷൻസ് ഇൻ സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഫ്രീ ബോർഡ് വെക്കണം. ഫ്രീ ബോർഡ് എന്ന് വെച്ചാൽ എന്താ? ഫ്രീ ബോർഡ് എന്ന് വെച്ചാൽ നമ്മുടെ വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്ന ആ ഒരു പോർഷൻ, എക്സ്ട്രാ പോർഷൻ, അത് മിനിമം 30 സെന്റിമീറ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മളവിടെ പൈപ്പ് കൊടുത്തിരിക്കുന്നത്. ഔട്ട്ലെറ്റ് പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഔട്ട്ലെറ്റ് പൈപ്പിലൂടെ ഈ മുകളിൽ നിൽക്കുന്ന എഫ്ലുവന്റ്, അതായത് ആ ഒരു വേസ്റ്റ് വാട്ടർ, വേസ്റ്റ് ഇല്ലാത്ത ആ വെള്ളം, ഓക്കെ, ആ വെള്ളം
സോക്ക് പിറ്റിലേക്ക് പോകും. ഈ ഡയമെൻഷൻസ് എല്ലാം ശ്രദ്ധിച്ച് വരയ്ക്കുമ്പോൾ പിന്നെ ഇവിടെ ഒരു വെന്റിലേറ്റിംഗ് പൈപ്പ് ഉണ്ട്. അത് എന്താണ്, ഫൗൾ ഗ്യാസസ് ഒക്കെ ഒഴിവാക്കാനുള്ള ഒരു വെന്റിലേറ്റിംഗ് പൈപ്പ്. അങ്ങനെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് സോക്ക് പിറ്റിലേക്ക് പോകും. സോക്ക് പിറ്റിന്റെ പ്ലാൻ വ്യൂ നോക്കാം. സോക്ക് പിറ്റ് സിമ്പിൾ ആണ്, ഒരു സ്ക്വയർ ബോക്സ്, ഒരു സ്ക്വയർ ഷേപ്ഡ് പിറ്റാണ് സോക്ക് പിറ്റ് എന്ന് പറയുന്നത്. അപ്പോ അതിലേക്ക് ഇൻലെറ്റ് പൈപ്പ് വരുന്നുണ്ട്. നമ്മുടെ ഔട്ട്ലെറ്റ് പൈപ്പ് ഓഫ് ദ സെപ്റ്റിക് ടാങ്ക് ആണ് സോക്ക് പിറ്റിന്റെ ഇൻലെറ്റ് പൈപ്പ്. ഓക്കെ, അങ്ങനെ സോക്ക് പിറ്റിലെത്തി. പിന്നെ ആ സോക്ക് പിറ്റിന്റെ സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പറയുന്നത് ഡ്രൈ ബ്രിക്ക് മേസൺറി വിത്തൗട്ട് മോർട്ടാർ ആണ് സൈഡ് വാളുകളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് മോർട്ടാർ ഇല്ല, വെറുതെ നമ്മൾ ബ്രിക്സ് അടുക്കി വെച്ചതാണ്, അതിൽ മോർട്ടാർ കൊടുക്കാതെ. ഓക്കെ, പിന്നെ അതുപോലെ കുറെ ബ്രോക്കൺ ടൈൽസ് ഓർ ഗ്രേവൽ വെച്ചിട്ടുണ്ട്. അതായത് ആ വേസ്റ്റിൽ നിന്ന് വരുന്ന, ആ വെള്ളത്തിൽ നിന്ന് വരുന്ന ആ വേസ്റ്റ്, ഓർഗാനിക് വേസ്റ്റ് ഈ ടൈൽസിൽ പറ്റി പിടിച്ചിരിക്കും. എന്നിട്ട് ആ വെള്ളം ഈ ബ്രിക്സിലൂടെ സോയിലിലേക്ക് ഒഴുകും. ഇതൊക്കെ അണ്ടർഗ്രൗണ്ട് അല്ലേ ഉള്ളത്. അപ്പൊ ഇതെല്ലാം ആ വെള്ളം മാത്രം മണ്ണിലേക്ക് ഒഴുകും. അതാണ് അവിടുത്തെ മെക്കാനിസം. ബാക്കി വേസ്റ്റ്, എന്തെങ്കിലും ഓർഗാനിക് വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ടൈൽസിൽ സ്റ്റിക്ക് ചെയ്ത് കിടക്കും, ഒട്ടിപ്പിടിച്ച് കിടക്കും. അപ്പൊ അതാണ് മെക്കാനിസം. പിന്നെ അത് ഒരു RCC സ്ലാബ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഡ്രോയിങ് വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇത് നിങ്ങളോട് ഇത് ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ തരുന്നതിന് പകരം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. അപ്പൊ എല്ലാവർക്കും സംശയം ഇല്ലാതെ വരയ്ക്കാലോ എന്ന് വെച്ചിട്ട്. അപ്പൊ നിങ്ങൾ ഇത് വരച്ച് സബ്മിറ്റ് ചെയ്യണം. ഇന്നിപ്പോ ട്യൂസ്ഡേ അല്ലേ, നിങ്ങള് വിത്തിൻ 3 days സബ്മിറ്റ് ചെയ്യും. ഞാൻ അത് ഗൂഗിൾ ക്ലാസ് റൂമിൽ അസൈൻമെന്റ് ആയിട്ട് ഇടാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ഇത് വരച്ച് സ്കെയിലിൽ വരയ്ക്കണം, അത് ശ്രദ്ധിക്കുക. ഈ തന്നിരിക്കുന്ന ഡയമെൻഷൻസ് എല്ലാം വെച്ച് സ്കെയിലിൽ വരയ്ക്കണം. എന്നിട്ട് വിത്തിൻ 3 days സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.